ഹലോ ഹായ് നമസ്കാരം, ജാക്സൺ ആണ്. പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ തംബ്നെയിലും അതുപോലെ തന്നെ ടൈറ്റിലും കണ്ടു കാണും. ഇന്ന് ഈ ഒരു മേഖല, ഞാൻ ഇന്ന് ടൈറ്റിൽ ഇട്ടിരിക്കുന്ന ഒരു മേഖലയുണ്ടല്ലേ, എന്താണത്? ക്രെഡിറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുന്ന ഒരു മേഖലയാണ്. ഇന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓൾ ഓവർ എഡ്യൂക്കേഷൻ ഇൻഡസ്ട്രിയിലെ ഏറ്റവും വലിയ സ്കാം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഒരുപാട് ആളുകൾ ഉണ്ടാകും, ഡിഗ്രിയും അതുപോലെ തന്നെ ബിടെക് കയ്യിലായ ശേഷം അല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടുകൾ കൊണ്ടോ അല്ലെങ്കിൽ ഒന്നുകിൽ ഫിനാൻഷ്യലോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ കൊണ്ട് നിങ്ങൾക്ക് എഴുതിയെടുക്കാൻ സാധിക്കാതെ പോകുന്നത് കൊണ്ടാണ് നിങ്ങൾ ക്രെഡിറ്റ് ട്രാൻസ്ഫറിനെ പറ്റി നിങ്ങളെല്ലാം ചിന്തിക്കുന്നത്. അപ്പോൾ എനിക്കിന്ന് ഒരു ദിവസം മിനിമം ഒരു 15 മുതൽ 20 കോളുകൾ വരാറുണ്ട്. സർ, ക്രെഡിറ്റ് ട്രാൻസ്ഫർ ചെയ്യണം, അല്ലെങ്കിൽ ക്രെഡിറ്റ് ട്രാൻസ്ഫറിനെ പറ്റി അറിയണം, എനിക്ക് ഇന്ന സബ്ജക്റ്റ് ചെയ്യാൻ പറ്റുമോ, ഡിഗ്രി അതുപോലെ തന്നെ ബിടെക് ഡിപ്ലോമക്കാർ, അങ്ങനെ ഒരുപാട് ആളുകൾ എന്നെ വിളിച്ച് ചോദിക്കാറുണ്ട് ക്രെഡിറ്റ് ട്രാൻസ്ഫർ എങ്ങനെയാണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഏറ്റവും ബെറ്റർ ഓപ്ഷൻ, അല്ലെങ്കിൽ ഏറ്റവും ബെറ്റർ ഇൻസ്റ്റിറ്റ്യൂട്ട്, അല്ലെങ്കിൽ ഏറ്റവും ബെറ്റർ ഏജൻസി ഏതാണ്. അപ്പോൾ നമ്മൾ ഇന്ന് അതിനെപ്പറ്റി ആദ്യം സംസാരിക്കാനായിട്ട് പോകുന്നത് ഇന്ന് ഈ ഒരു മേഖലയിൽ നടക്കുന്ന ഏറ്റവും വലിയ ചതിക്കുഴികളെ പറ്റിയും അതുപോലെ തന്നെ ഏറ്റവും വലിയ സ്കാമിനെ പറ്റിയാണ്. നിങ്ങൾ ക്രെഡിറ്റ് ട്രാൻസ്ഫർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും കമന്റുകളിൽ നിങ്ങൾ എഴുതുക. നിങ്ങൾക്ക് അതിനോടൊപ്പം തന്നെയാണ് അത് കമന്റ് ബോക്സിനകത്ത് നമ്മുടെ ഒരു ഗൂഗിൾ ഫോം ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു ഗൂഗിൾ ഫോമിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് കാണാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ഇടാനായിട്ട് സാധിക്കും. താഴെ കിടക്കുന്ന നമ്പേഴ്സിൽ നിങ്ങൾക്ക് വിളിച്ച് നിങ്ങളുടെ ഡീറ്റെയിൽസ് ചോദിക്കാനും സാധിക്കും, നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുമോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ അധികം ഒന്നും താമസിക്കാതെ നമുക്ക് നേരെ കണ്ടന്റിലേക്ക് പോകാം. ഞാൻ നിങ്ങളോട് അധികം പറഞ്ഞ് വലിച്ചു നീട്ടാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ഇന്ന് നമ്മൾ ഫേസ്ബുക്കോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമോ അല്ലെങ്കിൽ ഗൂഗിൾ ആഡുകൾ വഴി നമ്മൾ കാണുന്ന ഏറ്റവും വലിയ പരസ്യങ്ങളാണ് 6 മാസം കൊണ്ട് ഡിപ്ലോമ, 6 മാസം കൊണ്ട് എൻജിനീയറിംഗ്, 6 മാസം കൊണ്ട് ഡിഗ്രി. ഇതൊക്കെ ചെയ്യുന്നത് ശരിക്കും റൈറ്റ് വേ ആണോ? ഇതെല്ലാം ചെയ്യുന്നത് യഥാർത്ഥമായ ഒരു കാര്യമാണോ? ഇങ്ങനെ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് പറയേണ്ടതായിട്ട് വരും, ഇതെല്ലാം ഫേക്കാണ്, ഇതെല്ലാം കള്ളത്തരമാണ്. ഇന്ന് ഏറ്റവും കൂടുതൽ ആഡുകൾ നമ്മൾ കാണാറുണ്ട് ക്രെഡിറ്റ് ട്രാൻസ്ഫർ ചെയ്തത്. ആക്ച്വലി അവർ ചെയ്യുന്നത് ക്രെഡിറ്റ് ട്രാൻസ്ഫർ അല്ല, അവർ ചെയ്യുന്നതാണ് ഫാസ്റ്റ് ട്രാക്ക് അൺസിറ്റിങ്, അതിനോടൊപ്പം തന്നെ ബാക്ക് ഡേറ്റഡ് സർട്ടിഫിക്കറ്റ്സ് എടുത്തു കൊടുക്കുന്നു. ഇതെല്ലാം ഇല്ലീഗലാണ്. നിങ്ങൾ എല്ലാവരും ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ക്രെഡിറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുന്ന ഒരു കാര്യം ഒരു യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾ കേരളത്തിലോ അല്ലെങ്കിൽ തമിഴ്നാട്ടിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ നിങ്ങൾ എഴുതിയ ഒരു പരീക്ഷയുടെ ഇക്വലൻസി എടുത്ത് നിങ്ങൾ എഴുതാനായിട്ട് പുതിയ ഒരു യൂണിവേഴ്സിറ്റിയിലേക്ക് കൊടുക്കുമ്പോൾ അവർ അതിൻ്റെ ഇക്വലൻസി എടുത്ത് നിങ്ങളുടെ അർഹത പരിശോധിച്ച ശേഷം നിങ്ങൾക്ക് ആ യൂണിവേഴ്സിറ്റിയിൽ എഴുതാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ പ്രീഡിഫൈൻ ചെയ്ത് കാര്യങ്ങൾ അറിഞ്ഞ ശേഷമാണ് നിങ്ങൾക്ക് അവിടെ പരീക്ഷ എഴുതാനും അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ മറ്റുള്ള ഡീറ്റെയിൽസ് ഒക്കെ ചെയ്ത് നിങ്ങൾക്ക് ഒരു സർട്ടിഫിക്കറ്റ് അവർ ഇഷ്യൂ ചെയ്യുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ക്യാമ്പസ് വിസിറ്റ് ഉണ്ടാകും, നിങ്ങൾക്ക് പ്രോപ്പർ യൂണിവേഴ്സിറ്റി ഏതാണെന്ന് അറിയാൻ സാധിക്കും, അതിനോടൊപ്പം തന്നെ ക്ലിയർ കട്ടായിട്ട് നിങ്ങൾക്ക് എക്സാം എല്ലാം എഴുതി നിങ്ങൾക്കൊരു സർട്ടിഫിക്കറ്റ് അവർ ഇഷ്യൂ ചെയ്യുന്നു. ഇന്ന് ഈ ഒരു മേഖലയിൽ ഒരുപാട് സ്കാം നടക്കുന്നതാണ് ഈ വൺ സിറ്റിംഗ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വഴി. സിംഗിൾ സിറ്റിംഗ് അല്ലെങ്കിൽ വൺ സിറ്റിംഗ് എന്ന് പറയും. അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നടക്കുന്നതാണ് ബാക്ക് ഡേറ്റഡിന്റെ പേരിൽ കൊടുക്കുന്ന സർട്ടിഫിക്കറ്റുകൾ. ഇങ്ങനെ ഒരു കാര്യം നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഭാവിയിൽ നാളെ നിങ്ങൾ ഒരു ജോലിക്കോ അല്ലെങ്കിൽ മുന്നോട്ട് പഠിക്കാൻ വേണ്ടിയോ ഈ സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പിടിക്കപ്പെട്ടേക്കാം, നിങ്ങൾ ജയിലിനുള്ളിൽ പോയേക്കാം, നിങ്ങൾക്ക് ഈ ലോകത്തിന്റെ മുമ്പിൽ നാണം കെട്ട് ജീവിക്കേണ്ടതായിട്ട് വരും. തീർച്ചയായിട്ടും നിങ്ങൾ ഓരോരുത്തരും ഇങ്ങനെ ഒരു മേഖലയിലേക്ക് കടന്നു ചെല്ലുന്ന സമയത്ത് നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി ചെയ്ത് നോക്കേണ്ടത് ഏത് യൂണിവേഴ്സിറ്റിയിലാണ് ഇത് ചെയ്യുന്നത്, ഈ ചെയ്യുന്ന ഏജൻസി അല്ലെങ്കിൽ ഈ ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ക്രെഡിബിലിറ്റി, ഇവരെവിടെയൊക്കെയാണ് ചെയ്യുന്നത്, എത്ര നാളെടുത്താണ് ചെയ്യുന്നത്, ഇവരിത് മാത്രമാണോ ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പ്രീഡിഫൈൻ ചെയ്ത് കാര്യങ്ങൾ അറിഞ്ഞാൽ മാത്രമേ നിങ്ങൾ ക്രെഡിറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുന്ന ഒരു മേഖലയിലേക്ക് കടന്ന് ചെല്ലാകൂ. ഇല്ലാത്ത പക്ഷം നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ ഭാവി കൊണ്ട് കളിക്കുക എന്നുള്ളത് എനിക്ക് നിങ്ങളോട് പച്ചയ്ക്ക് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ തമിഴ്നാട്ടിലും അതുപോലെ തന്നെ കർണാടകയിലൊക്കെ നടക്കുന്ന ഏറ്റവും വലിയൊരു സ്കാം ഞാൻ പറഞ്ഞു തരാം. ക്രെഡിറ്റ് ട്രാൻസ്ഫർ ആണെന്ന് പറഞ്ഞ് കുട്ടികളുടെ നിന്ന് കാശ് വാങ്ങിയിട്ട് റെഗുലർ സർട്ടിഫിക്കറ്റുകൾ ഇഷ്യൂ ചെയ്യും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ കോളേജിൽ നിന്ന് ഉള്ള സർട്ടിഫിക്കറ്റിനേക്കാൾ അപ്പുറം അതൊന്നും മാറ്റർ ചെയ്യാതെ റെഗുലറായിട്ട് അവിടെ പഠിച്ചിറങ്ങി എന്ന് പറയുന്ന ബാക്ക് ഡേറ്റഡ് പോലെ ഒരു സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്ത് കൊടുത്ത് ആ കുട്ടി വെളിയിൽ പോയി പഠിക്കാനോ ഒന്നെങ്കിൽ നമ്മുടെ PGക്ക് ചേരാനോ അല്ലെങ്കിൽ മറ്റേ വെളി രാജ്യങ്ങളിലേക്ക് ജോലിക്ക് പോകാനോ ഇനി അല്ല എവിടെയെങ്കിലും ഒക്കെ പോകാൻ വേണ്ടി UK-ലോ കാനഡയിലൊക്കെ ഒക്കെ പോകാൻ വേണ്ടി പേപ്പർ വെക്കുന്ന സമയത്തായിരിക്കും റിയലൈസ് ചെയ്യുന്നത് ഇത് പക്ക ഫേക്ക് ആയിരുന്നു എന്നും ഇത് ആ സമയത്ത് അവർക്കുണ്ടാവുന്ന വലിയൊരു മാനനഷ്ടം, അതിനോട്
അതിനോടൊപ്പം തന്നെ ധനനഷ്ടം, അതിനോടൊപ്പം തന്നെയാണ് ചിലപ്പോൾ ജയിലിലും പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു കാര്യത്തിൽ ഏറ്റവും കൂടുതൽ കെയർ ചെയ്യേണ്ടതായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ പോകാൻ പോകുന്ന അല്ലെങ്കിൽ നമ്മൾ എഴുതാൻ പോകുന്ന യൂണിവേഴ്സിറ്റി ഏതാണെന്ന് നമ്മൾ കൃത്യമായി കണ്ടെത്തുക. അതിനോടൊപ്പം തന്നെ നമ്മൾക്ക് അവിടുന്ന് പരീക്ഷയുടെ രീതികൾ, അതുപോലെ തന്നെ നമുക്ക് കിട്ടാൻ പോകുന്ന സർട്ടിഫിക്കറ്റിന് ഓവറോൾ എന്തൊക്കെയുണ്ട്, അതിനോടൊപ്പം തന്നെ നമ്മൾ അവിടുന്ന് പരീക്ഷ എഴുതി ഇറങ്ങുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഡേറ്റ ഷീറ്റുകൾ, നമുക്ക് എന്തൊക്കെ കിട്ടും, നമ്മൾ പരീക്ഷ എഴുതിയതിനുള്ള ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ കൺസൾട്ടേഷൻ മാർക്ക് ഷീറ്റുകൾ, അതുപോലെ തന്നെയാണ് ഫ്യൂച്ചറിൽ ക്യാമ്പസിൽ നിന്ന് കിട്ടുന്ന മറ്റുള്ള സപ്പോർട്ടുകൾ. ഇതെല്ലാം വെച്ചുകൊണ്ടാകണം നിങ്ങൾ ഈ ഒരു മേഖലയിലേക്ക് കടന്നു ചെല്ലാൻ. ഇല്ലാത്ത പക്ഷം നിങ്ങൾക്ക് പണി കിട്ടും, നിങ്ങൾ തീർച്ചയായിട്ടും ജീവിതത്തിൽ തോറ്റുപോകും. നിങ്ങൾ ചെയ്യുന്ന യൂണിവേഴ്സിറ്റി പെർഫെക്റ്റ്ലി കറക്റ്റ് ആണോ അല്ലയോ എന്നുള്ളത് നിങ്ങൾക്ക് നോക്കാനായിട്ട് സാധിക്കും. നാക്കിൻ്റെ അക്രഡിറ്റേഷൻ ഉണ്ടോ, NIRFന്റെ സർട്ടിഫിക്കേഷൻസ് ഉണ്ടോ എന്നുള്ളതൊക്കെ നിങ്ങൾ തീർച്ചയായിട്ടും വരുത്തുക. നിങ്ങൾ ഏതൊരു ഏജൻസി ആണെങ്കിലും ആ ഒരു ഏജൻസിയിൽ ചെല്ലുന്നിട്ട് നിങ്ങളത് ക്ലിയർ കട്ടായിട്ട് ചോദിക്കുക. അപ്പോൾ നിങ്ങൾ എന്നോട് ചോദിക്കാം, അങ്ങനെ ചെയ്യുന്ന ഏജൻസി ഏതാണ്? ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത് മെഡ്യൂകെയർ എന്ന് പറയുന്ന ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിനെയാണ്. ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഇതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് ബിസിനസ് ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. ബിസിനസ് എന്ന് പറയാനായിട്ട് സാധിക്കത്തില്ല. അവർ സത്യം പറയുകയാണെങ്കിൽ, ഞാൻ എൻ്റെ ഒരു ആസ്പെക്റ്റിൽ നോക്കുകയാണെങ്കിൽ മെഡ്യൂകെയർ എന്ന് പറയുന്ന സ്ഥാപനം ചെയ്യുന്നത്, പലരും സ്വപ്നം കണ്ട് ഡിഗ്രി പഠിക്കാനായിട്ട് മുന്നോട്ട് പോകുമ്പോൾ അല്ലെങ്കിൽ ബിടെക് പഠിക്കാനായിട്ട് പോകുമ്പോൾ ചില സമയത്ത് ചില പ്രശ്നങ്ങളാൽ അവരുടെ സ്വപ്നം അവർക്ക് പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടതായിട്ട് വരുന്നു. അപ്പോൾ മെഡ്യൂകെയർ ചെയ്യുന്നത് ബാക്കി സ്വപ്നം കാണാൻ അവരെ പിടിച്ച് നടത്തുകയാണ്. സീരിയസ്ലി അതാണ് ഏറ്റവും വലിയ അടിസ്ഥാനപരമായ കാര്യം അവർ ചെയ്യുന്നത്. മെഡ്യൂകെയർ എന്ന് പറയുന്ന സ്ഥാപനം ക്രെഡിറ്റ് ട്രാൻസ്ഫർ മാത്രമേ ചെയ്യുന്നുള്ളൂ. നിങ്ങൾക്ക് ക്രെഡിറ്റ് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി അവർ ചെയ്യുന്നത്, നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് വെച്ച് ഇക്വലൻസി എടുത്ത് പ്രോപ്പർലി നിങ്ങളെ ഗൈഡ് ചെയ്ത് ചെയ്യുന്ന യൂണിവേഴ്സിറ്റികൾ. അവർ ചെയ്യുന്ന യൂണിവേഴ്സിറ്റികളിൽ ഞാൻ പേരുകളൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല, പക്ഷേ ഞാൻ നിങ്ങൾക്ക് വേഗമായിട്ട് കുറേ വീഡിയോസ് ഇവിടെ കാണിച്ചു തരാം. ഇന്ന് ഇവർ ഡയറക്റ്റ് ആയിട്ട് ഈ വക യൂണിവേഴ്സിറ്റികളിലാണ് പോകുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓലക്കോരയുടെ കീഴിലിരിക്കുന്ന ഒരു ചാൻസലർ ഇരുന്ന് ഒപ്പിടുന്ന യൂണിവേഴ്സിറ്റികളല്ല. ഇവരൊക്കെ ചെയ്യുന്നത് പ്രോപ്പർലി ഓർഗനൈസ്ഡ് ആയിട്ടാണ്. കാരണം ഒരു കുട്ടിയുടെ ഭാവി വെച്ച് കളിക്കുകയല്ല അവർ ചെയ്യുന്നത്. അവർ ആ കുട്ടിയെ വീണ്ടും സ്വപ്നം കാണാൻ പ്രേരിപ്പിക്കുകയാണ്. നിന്റെ ജീവിതം, നിന്റെ കരിയർ മെച്ചപ്പെടുത്താൻ വേണ്ടി ഞങ്ങൾ നിങ്ങളെ സഹായിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും അടിസ്ഥാനപരമായി അവർ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. മെഡ്യൂകെയർ എന്ന് പറയുന്ന സ്ഥാപനത്തിൽ നിങ്ങൾ പോവുകയാണെങ്കിൽ നിങ്ങളെ പ്രോപ്പറായിട്ട് ഗൈഡ് ചെയ്യും. എങ്ങനെയാണ്, ഏത് യൂണിവേഴ്സിറ്റിയാണ്, അവിടെ എങ്ങനെയാണ് ചെയ്യുന്നത്, നിങ്ങൾക്ക് എന്തൊക്കെ ബെനിഫിറ്റ്സ് അവിടെ നിന്ന് കിട്ടുന്നുണ്ട്, നിങ്ങൾക്ക് അവിടെ നിന്ന് എന്തൊക്കെ ചെയ്യാൻ പറ്റും, ഇങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും കിട്ടിയ ശേഷം മാത്രമേ, പറഞ്ഞു തന്ന ശേഷം മാത്രമേ അവർ നിങ്ങളുടെ അഡ്മിഷൻസ് എടുക്കത്തുള്ളൂ. അവർ ക്രെഡിറ്റ് ട്രാൻസ്ഫർ മാത്രമാണ് ചെയ്യുന്നത്, വൺ സിറ്റിംഗ് ചെയ്യുന്നില്ല. നിങ്ങൾ ആരും ആ ഒരു കാര്യത്തിന് അവരെ വിളിക്കാൻ നിൽക്കേണ്ട. പരീക്ഷ എഴുതാതെയോ അല്ലെങ്കിൽ ചുമ്മാ അത് പൈസ കൊടുത്ത് സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാനോ നിങ്ങൾ അവരെ വിളിക്കാൻ നിൽക്കേണ്ട. വൺ സിറ്റിങ്ങും അതുപോലെ തന്നെ ബാക്ക് ഡേറ്റുള്ള പരിപാടികളോ ഒന്നും അവർ ചെയ്യുന്നില്ല. പക്ക ക്രെഡിറ്റ് ട്രാൻസ്ഫർ മാത്രമേ അവർ ചെയ്യുന്നുള്ളൂ. പിന്നെ എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ള ഏറ്റവും അടിസ്ഥാനപരമായ ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരുപാട് ഏജൻസികൾ പ്രധാനപ്പെട്ട വലിയ പേരുള്ള യൂണിവേഴ്സിറ്റികളുടെ പേരിൽ ക്രെഡിറ്റ് ട്രാൻസ്ഫർ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞ് പരസ്യം ചെയ്യുന്നുണ്ട്. എനിക്ക് ആ യൂണിവേഴ്സിറ്റിയുടെ പേരും അങ്ങനെ ചെയ്യുന്ന സ്ഥാപനങ്ങളുടെ പേരും പറയാനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്, അതിൻ്റെ ഒരു എത്തിക്കൽ വേയിൽ. പക്ഷേ നിങ്ങൾ ആരും ഇത് വീണ് പോകരുത്. അങ്ങനെയുള്ള സ്ഥാപനങ്ങളിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള യൂണിവേഴ്സിറ്റികളോ ക്രെഡിറ്റ് ട്രാൻസ്ഫർ ഫെസിലിറ്റികളില്ല. അത് ഇല്ലീഗലാണ്, വെറും കള്ളത്തരങ്ങൾ മാത്രമാണ്. അതിനോടൊപ്പം എനിക്ക് പറയാനായിട്ട് പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്, തമിഴ്നാട്, കർണാടക, തെലങ്കാന ഭാഗങ്ങളുള്ള ഡീംഡ് യൂണിവേഴ്സിറ്റികളുടെ പേരിലും അല്ലെങ്കിൽ ഡീംഡ് യൂണിവേഴ്സിറ്റികളും ഈ ഒരു കാര്യം ചെയ്യുന്നുണ്ട്. ഇന്ന് അവർക്ക് അഡ്മിഷൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇവരെന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫേക്ക് സർട്ടിഫിക്കറ്റിൽ ഇഷ്യൂ ചെയ്ത് ആൾക്കാരെ 1-2 ലക്ഷം വാങ്ങിച്ച് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. നിങ്ങൾ അതിലും ആരും പോയി പെടരുത്. ഡീംഡ് യൂണിവേഴ്സിറ്റിയിൽ നടക്കുന്ന ഈ വക പരിപാടികളിൽ ഒന്നും നിങ്ങൾ പോയി തലവെക്കരുത്. നിങ്ങൾക്ക് ക്രെഡിറ്റ് ട്രാൻസ്ഫർ ആണ് ചെയ്യേണ്ടതെങ്കിൽ നിങ്ങൾ കൃത്യമായി ക്രെഡിറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്ന അതാത് മേഖലകളിലൂടെ മാത്രം ചെയ്യുക. നിങ്ങൾ യൂണിവേഴ്സിറ്റി വെരിഫൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക, ക്യാമ്പസ് വെരിഫൈ ചെയ്യുക, കിട്ടിയ സർട്ടിഫിക്കറ്റ്, മുൻകാല കുട്ടികൾക്ക് കിട്ടിയ സർട്ടിഫിക്കറ്റിന്റെ വാല്യുവേഷൻ ചെയ്യുക. വെബ്സൈറ്റിൽ കൃത്യമായി നിങ്ങൾ ഡീറ്റെയിൽ ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ നിങ്ങൾ തീർച്ചയായും ശേഷം മാത്രം ക്രെഡിറ്റ് ട്രാൻസ്ഫർ ചെയ്യുക. അപ്പോൾ മെഡ്യൂകെയർ എന്ന് പറയുന്ന ഈ സ്ഥാപനത്തെ ഞാൻ നിങ്ങളോട് പരിചയപ്പെടുത്തിയതിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത്, മെഡ്യൂകെയർ എന്ന് പറയുന്ന സ്ഥാപനം ചെയ്യുന്ന ഒരു കാര്യം, അവര് വൺ സിറ്റിംഗ് ചെയ്യുന്നില്ല, ബാക്ക് പേപ്പർ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഉഡായിപ്പ് പരിപാടികൾ അല്ലെങ്കിൽ ഇല്ലീഗൽ വേയിൽ ഒന്നും തന്നെ അവർ ചെയ്യുന്നില്ല. നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് അവർക്ക് കൊടുക്കുന്നു, നിങ്ങളുടെ ബാക്ക് ഡേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവർക്ക് കൊടുക്കുന്നു, അവർ യൂണിവേഴ്സിറ്റിയിൽ വെക്കുന്നു, കൃത്യമായ അവിടുന്ന് കാര്യങ്ങൾ അറിയുന്നു, നിങ്ങളെ അറിയിക്കുന്നു, നിങ്ങൾക്ക് അതിനുള്ള മൊത്തം ഡീറ്റെയിൽസും അവർ തരുന്നു. അതാത് യൂണിവേഴ്സിറ്റികളിൽ എങ്ങനെയാണ് എക്സാമിൻ്റെ ഡീറ്റെയിലും മറ്റുള്ള കാര്യങ്ങളെല്ലാം നിങ്ങളെ കൃത്യമായി ബോധിപ്പിച്ച ശേഷമാണ് അവർ മുന്നോട്ട് പോകുന്നത്. അവരിത് പൈസയ്ക്ക് വേണ്ടി മാത്രം ചെയ്യുന്നതല്ല. ദേ ആർ നോട്ട് ജസ്റ്റ് ഡൂയിങ് ഫോർ എ ബിസിനസ്. ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞു, ഇതൊരു കോസിന് വേണ്ടിയാണ്. ഒരു കോസ്
നമുക്കറിയാം നമ്മുടെ പെയിനെ അഡ്രസ്സ് ചെയ്യുന്ന വിശ്വസിക്കേണ്ടതും നമ്മൾ അവരോടാണ് കൂടുതൽ അടുത്ത് നിൽക്കേണ്ടതും. നമ്മുടെ പെയിനെ അഡ്രസ്സ് ചെയ്ത് അതിനെ മുതലെടുക്കാതെ നമ്മുടെ കരിയർ ഓറിയന്റേഷനെ പ്ലാൻ ചെയ്യുന്ന സ്ഥാപനങ്ങൾ നമ്മൾ എപ്പോഴും തിരഞ്ഞെടുക്കണം. എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഒരാളുടെ അവകാശമാണ്, അത് മറ്റൊരാളുടെ ഔദാര്യമായി തരേണ്ട ഒരു സാധനമല്ല. എഡ്യൂക്കേഷൻ ഈസ് അവർ നമ്മുടെ അവകാശമാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഓരോരുത്തരും ഇതിനെപ്പറ്റി മറ്റുള്ള സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമന്റിൽ ചോദിക്കുക. അതിനോടൊപ്പം തന്നെയാണ് ഞാൻ മെഡിക്കെയറിന്റെ ഡീറ്റെയിൽസ് ഇവിടെ ഇട്ടിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഇവിടെ ഗൂഗിൾ ഫോമോ അല്ലെങ്കിൽ അവർ ഡീറ്റെയിൽ ഞാൻ ഇവിടെ അറിയാൻ വേണ്ടി നിങ്ങൾക്ക് ഒരു ലിങ്ക് ഇട്ടിട്ടുണ്ട് കമന്റ് ബോക്സിൽ. ആ കമന്റ് ബോക്സിൽ പോവുക, നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ഷെയർ ചെയ്യാം, നിങ്ങൾക്ക് അവിടെ കാര്യങ്ങളെല്ലാം അറിയാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമ്പർ ഞാൻ ഇവിടെ ഇട്ടിട്ടുണ്ട്, ഈ നമ്പറിൽ വിളിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ക്രെഡിറ്റ് ട്രാൻസ്ഫർ എന്ന മേഖലയിലുള്ള ഡീറ്റെയിൽസ് എല്ലാം മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. ഇനി ഒരു പുതിയ വീഡിയോ വരുന്ന വരെയും ബൈ.